അല്ല, ഈ ഇടപാടില്ലേ നിനക്ക് എന്ത് കിട്ടുമായിരുന്നു? ചോദിച്ചു കേട്ടില്ലടി, എത്ര ആയിരുന്നു നിന്റെ ഷെയർ എന്ന്? 10 ലക്ഷം. ഓ, ബാക്കി 40 ലക്ഷം നിനക്ക്. ഒന്നും അന്വേഷിക്കാതെ 50 ലക്ഷം ഞാൻ വലിച്ചെറിയുന്നു നീ കരുതിയോ? അർഹതപ്പെട്ട മുതല് അർഹതയുള്ളവരുടെ കൈ തന്നെ എത്തണം, അതെനിക്ക് നിർബന്ധം. ആദർശിന്റെ കയ്യിലെ ഞാൻ 50 ലക്ഷത്തിന് ചെക്ക് കൊടുത്തു വിട്ടു. അവിടെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അവനത് കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിരിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നീ അവനെ മോശക്കാരനാക്കാൻ നോക്കിയില്ലേ? എനിക്ക് അവനെ നിന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ നീ ഇവളാണ് എന്നെ സഹായിച്ചെന്ന് പറഞ്ഞ ശേഷം ഇവളെ ഞാൻ ഫോളോ ചെയ്തത്. നിന്റെ വാക്ക് കേട്ട് എന്നെ പറ്റിക്കാൻ ഇറങ്ങിയ ഇവളുടെ തലയ്ക്കകത്ത് ആൾതാമസമില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് ചിലപ്പോ പറയേണ്ടവര് പറഞ്ഞില്ലെന്ന് വരും. എന്നാ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാത്ത ഒരുത്തി വന്ന് അവളാണത് ചെയ്തതെന്ന് പറഞ്ഞാ കണ്ണും പൂട്ടി ഞാൻ കാശ് തരുമെന്ന് കരുതിയോ? അവളെ വിശ്വസിക്കുമെന്ന് കരുതിയോ? ആൾമാറാട്ടത്തിനെ ഇവളെ ജയിലിൽ പറഞ്ഞു വിടേണ്ടതാ. അതിന് പ്രേരിപ്പിച്ച നിന്നെ. പിന്നെ നീയൊക്കെ ആഗ്രഹിച്ചത് നടക്കാത്തോണ്ട് ആ വഴിക്ക് ഞാൻ എന്തായാലും നീങ്ങുന്നില്ല. ഇനിയെങ്കിലും പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുമ്പോ കുറച്ച് വിശ്വസനീയമായ കള്ളങ്ങൾ പറയാൻ ശ്രമിക്കണം. അതിനുള്ള ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ. മേലിൽ ഇത്രയും തട്ടിപ്പോയിട്ട് ഇറങ്ങിക്കരുത്. വയ്ക്കാം. ഇനി സാറും വയ്ക്കോ. നിക്കേ. ഇനി ഇതിന്റെ പേരിൽ ഇരുട്ടടി എങ്ങനെ ഉണ്ടാവോ? നീ അനന്തപുരിയിലെ പയ്യനായോണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാ അവിടെയുള്ളവര് നിനക്ക് എന്ത് വിലയാ തരുന്നെന്ന് ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് ഇനി പകരം വീട്ടാൻ വന്നാ പിന്നെ നിന്റെ താമസം ജയിലിലായിരിക്കും. ഓടാ. നീ എന്നെ ഒരിക്കൽ തേച്ചിട്ട് പോയതാ. പിന്നെ നീ വീണ്ടും വന്നപ്പോ നീയുമായിട്ട് ഒരു ഇടപാടിനും ഇനി ഇല്ലെന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ പൈസ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നല്ല ഞാൻ വന്നത്. എടി, പൈസ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാനും ഇതിന് നിന്നത്. നിന്റെ അമ്മായിയാ പൈസ ഓഫർ ചെയ്തത്. അപ്പൊ അവരുടെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. എന്നും പറഞ്ഞ കേസൊന്നും ആയിട്ടില്ലല്ലോ. കേസായില്ല, പക്ഷെ പോലീസുകാർക്കൊരു സ്വഭാവമുണ്ട്. ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാ അവര് പിന്നെ ആ രീതിയിൽ നോക്കത്തുള്ളൂ. നിന്റെ കൂടെ കൂടിയിട്ട് എന്റെ ജീവിതം ഇല്ലാതായടാ. നീയാ എന്നെ സകല തെറ്റുകളും ചെയ്യാൻ പഠിപ്പിച്ചത്. ഇതിനു മുൻപ് അങ്ങനെ തന്നെയാ. ഇതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? അതൊന്നും എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. നീ കാരണവാ ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിക്കാത്തത്. എന്നുവെച്ചാ ഒരു പെൺകുട്ടിയുടെ മനസ്സും മാനവും കവർന്നെടുത്തിട്ടാ നീ പലപ്പോഴും എന്നെ പോലുള്ള പെൺകുട്ടികളെ ഒഴിവാക്കുന്നത്. എടി മോളെ, നിനക്ക് ഇന്നുണ്ടായ നഷ്ടത്തിന് ഞാൻ കോമ്പൻസേഷൻ തരാം. എത്ര തരും? ഒരു കാര്യം പറഞ്ഞേക്കാം, 10 ലക്ഷം ഒന്നും നീ തരണ്ട. തരാന്ന് പറഞ്ഞാലും തരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ 1 ലക്ഷം എനിക്ക് കിട്ടണം. 1 ലക്ഷോ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ഇന്നുണ്ടായ നാണക്കേടിന്, പോലീസ് വാഹനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നതിന് നീ എനിക്ക് പറഞ്ഞ തുക തന്നേ പറ്റൂ. എടി, എന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിന് നിന്നത്. ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞ 1 ലക്ഷം എനിക്ക് കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നേരെ അങ്ങ് വരും അനന്തപുരിയിലോട്ട്, മൂർത്തി സാറിന്റെ മുന്നിലോട്ട്. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്റെ തറവാട്ടിൽ വന്നിട്ട് കാര്യം നടന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാനിത് പരസ്യപ്പെടുത്തും. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നമ്മളെ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോ എന്നെ അറിയുന്ന ചിലർ അവിടെ കണ്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ നാട്ടുകാർ ഇത് അറിയുമെന്ന് ഉറപ്പാ. അങ്ങനെയുള്ളപ്പോ ഞാൻ മാത്രം ഇതിനെ നാറുന്നത്. നീയും കൂടെ പോരെ. ഇപ്പൊ ഞാനും നാണം കെട്ടില്ലേ? അനന്തപുരിയിലെ മൂർത്തി സാറിന്റെ കൊച്ചുമോനാ ഇപ്പൊ തല്ലുകൊണ്ടത്. നിനക്കിതൊന്നും കൊണ്ടാ പോരടാ. നീ തല്ലുകൊണ്ട് ചതയണം, ചാവണം. മിക്കവാറും നിന്നെ അവര് കൊല്ലും. ആരാണെന്നറിയോ? നിന്റെ ഭാര്യയായിട്ട് വരുത്തിയില്ലേ, അവള് തന്നെ. എടി, ഞാൻ അവളെ ഒഴിവാക്കാൻ നടക്കുക.
അവള് ഒരമ്മയാവാൻ പോവല്ലേടാ. അങ്ങനെയുള്ളവളെയാണോ നീ ഒഴിവാക്കാൻ നോക്കുന്നത്? സ്വന്തം കുഞ്ഞിനോട് പോലും സ്നേഹമില്ലാത്തൊരു ദുഷ്ടനായി പോയല്ലോടാ നീ. പോയി തൂങ്ങി ചാവട നീ. എന്താടാ അവളും നിന്റെ ദേഹത്ത് കൈവച്ചോ? മൂർത്തി സാറിന്റെ കൊച്ചുമോനായണ്ട, അല്ലെങ്കിൽ ഇന്നത്തെ സംഭവം മുഴുവൻ ഇവിടുത്തെ ക്യാമറ പതിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പരസ്യപ്പെടുത്തിയേനെ. പിന്നെ അങ്ങനെ പബ്ലിക്കിനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറയേണ്ടി വരും. അത് ആ മനുഷ്യനാ കുറച്ചില്. അതുകൊണ്ട് മാത്രം ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ നീ ഇന്നൊരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാ നിന്റെ ദേഹത്ത് പോലീസുകാർ കൈവച്ചത്. അതിന്റെ പേരിൽ നീ തിരിച്ചടിക്കാൻ നിന്നാ പിന്നെ മൂർത്തി സാറിന്റെ കൊച്ചുമോനാണെന്നൊന്നും ഞാൻ A rose? For my rose? पर रोज कहाँ है? ये रहा. Vivo. ചെവി പോലെ ഒരു പെങ്ങളെ മാത്രമല്ല, അവളെ പോലെ ഒരു അമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിന്റെ ഭാര്യയിൽ അടിച്ചൊടിക്കും ഞാൻ. ഓടാ. ഞങ്ങൾ അമ്മയെ കാത്തിരിക്കും ആദർശേട്ടാ. അമ്മ വന്നിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം. അച്ഛാ, ആദർശേട്ടനും ടെൻഷനില്ല. അവനൊരു ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗിനാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പറ. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാം. അമ്മ വന്നു. താൻ എവിടെ പോയതാടോ? അവളെ കാണാൻ തന്നെയാ ആ പെൺകുട്ടിയെ. ഏത് പെൺകുട്ടിയെ? അതെന്തൊരു ചോദ്യം ചെയ്യട്ടാ. എന്നെ സഹായിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നയന. അവളെ കാണാനാ ഞാൻ പോയത്. ഞാൻ ആ പെൺകുട്ടിയെ കണ്ടത് നിങ്ങൾക്കൊക്കെ വലിയ സങ്കടമായിപ്പോയോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീ എന്തിനാ ദേവേനെ അതിന് പിന്നാലെ പോയത്? ആരും എന്നോട് ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം ഞാൻ അവളെ കണ്ടെത്തി. അത് മാത്രമല്ല, അവളെ എതിർത്തിട്ടും ഞാൻ അവൾക്ക് 50 ലക്ഷം രൂപ കൊടുത്തു. രൂപയോ? അതിന് നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത്? പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഏട്ടത്തെ സഹായിച്ചു. അതിനുള്ള പ്രതിഫലം ഏട്ടത്തി കൊടുക്കുകയും ചെയ്തു. അതിന് നീ എന്തിനാ ഇങ്ങനെ ഉരുകുന്നത്? അർഹതപ്പെട്ട കൈകളിലേക്കാണോ ആ പണം പോയതെന്ന് ആർക്കറിയാം? അർഹതപ്പെട്ടവളുടെ കയ്യിലേക്ക് തന്നെയാ ആ പണം പോയിരിക്കുന്നത്. ഈ ആ പണം അവളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. 50 ലക്ഷത്തിന് ചെക്ക് അവളുടെ കൈ കൊടുത്തിട്ടുണ്ട്. അത് ബാങ്കിൽ പ്രസന്റ് ചെയ്യാന്ന് അവൾ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അമ്മ എന്തൊരു അബദ്ധമായി കാണിച്ചത്.
അതെങ്ങനെ അബദ്ധമാവുന്നത്? ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചവളെ ഏട്ടത്തി സഹായിച്ചു. അതിന് 50 ലക്ഷം എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലാണ്. എങ്കിലും പൈസയല്ലല്ലോ വലുത്, ഒരു ജീവനല്ലേ. ഏട്ടത്തിക്കാണെങ്കിൽ ആ തുക നിസ്സാരവുമാണ്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? ദേവയാനി, നീ അബദ്ധമാ ചെയ്തത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ജലജ പറഞ്ഞ പോലെ പൈസയേക്കാൾ വലുതാ ഒരു മനുഷ്യജീവൻ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പാവം കുട്ടിയാ, സമ്പന്നയൊന്നുമല്ല. അതുകൊണ്ട് അവൾ ഇനി എനിക്ക് എന്റെ മോളെ പോലെയാ. നീയാണത് ഒപ്പിച്ചത്. നിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ഇത് വലിയ ചതിയായി പോയല്ലോ അച്ഛാ. എന്തോന്ന് ചതി? നിന്റെ വീട്ടിൽ വന്ന് ഏട്ടത്തി വിളിച്ചോണ്ട് വന്നതാ ഏറ്റവും വലിയ ചതി. അല്ലാതെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സഹായിച്ചതൊന്നുമല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛാ? ഞാനൊന്ന് ബാങ്കിൽ വിളിക്കാം. അവളത് പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറയാം. ഹലോ സർ. എടോ, അവിടെ ആരെങ്കിലും ദേവയാനോട് ഒരു रोज फॉर माय रोज। पर रोज कहाँ है? ये रहा। ചെക്ക് പ്രസന്റ് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു സർ. അത് ബൗൺസായി. ബൗൺസായോ? ആ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു സർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ദേവയാനയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ മേഡത്തിന്റെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു സർ. ബാക്കിയൊക്കെ മേഡത്തിന് അറിയാവൂ സർ. ശരിയടോ. എന്തായി അച്ഛാ? ആ ചെക്ക് പ്രസന്റ് ചെയ്തു, പക്ഷെ പാസ്സായില്ല. ദേവയാനയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നെന്ന്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ട്. അതിനെ അയാൾ തന്നെ പറയട്ടെ. അവന് കുറച്ച് പൈസ കിട്ടിയപ്പോ ആ പെണ്ണുമായിട്ട് കറക്കമായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരെ സൽക്കരിക്കുമായിരിക്കും. എന്നാൽ ആ സമയത്ത് ഐഡിയ പറഞ്ഞു കൊടുത്ത അമ്മയെ പറ്റി അവൻ ആലോചിക്കുന്നേ ഇല്ല. അച്ഛാ, അച്ഛാ, എന്തു പറ്റി മോളെ? പറ്റിയത് എന്തെന്നൊക്കെ ഞാൻ പറയാ അച്ഛാ. എന്താ അമ്മേ? എന്താ നിനക്ക് ഇത്ര സന്തോഷം? അത് തന്നെ ഞാനും ചോദിച്ചത്. അച്ഛാ, ഞാൻ SI ടെസ്റ്റ് പാസ്സായമ്മേ, ലിസ്റ്റിലുണ്ട്. അയ്യോ, സത്യം? ആഗ്രഹിച്ച തന്നെ നേടിയല്ലോ. അപ്പൊ ജോത്സ്യൻ പറഞ്ഞത് ശരിയായി. ജോത്സ്യൻ പ്രവചിച്ചാലും ഇവള് നന്നായിട്ട് പഠിച്ചുകൊണ്ടല്ലേ ഇപ്പൊ ഈ ടെസ്റ്റ് പാസ്സായത്. പക്ഷേ സത്യത്തിൽ ഇത് കേട്ടിട്ട് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. അതെന്താ അമ്മ അങ്ങനെ? താക്കി ഇടുന്നതിന് മുമ്പ് തന്നെ നീ കൈ കിട്ടുന്നവരെയൊക്കെ ചതച്ചിട്ടല്ലാതെ വിടില്ല. അപ്പൊ പിന്നെ നീ SI ആയാലോ?
അവിടെ നിനക്ക് ബാധ കയറില്ലേ? അമ്മ, ഇത്രയും നാള് നിയമം കയ്യിലെടുക്കാൻ അധികാരം ഇല്ലായിരുന്നു. ഇപ്പോഴേ ആ ഒരു ആനുകൂല്യം കിട്ടാൻ പോവാ. മുന്നിൽ നിൽക്കുന്നത് ആരായാലും നിയമം വിട്ട് എന്തെങ്കിലും ചെയ്താ പിന്നെ അവരുടെ കാര്യം പോക്കാമ്മേ. ഓ, അത് തന്നെയാ എന്റെ പേടിയും. ആ ദേ, കീരിക്കാടൻ ജോസുമാർ ഒരുപാട് പേരുണ്ട് സമൂഹത്തില്. അത് നിനക്ക് ഓർമ്മ വേണം. എനിക്കൊരു കീരിയെയും കീരിക്കാടനെ ഒന്നും പേടിയില്ല. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഈ സന്തോഷ വാർത്ത ചേച്ചിമാരെ വിളിച്ച് അറിയിക്കണ്ടേ? എന്തിനാച്ചാ വിളിച്ചറിയിക്കുന്നേ? ഞാൻ നേരിട്ട് തന്നെ പോയി പറയാം. അനന്തപുരിയിലേക്ക് പോവാനോ? പിന്നെ ഇതൊരു സന്തോഷ വാർത്തയല്ലേ അമ്മേ? അപ്പൊ പിന്നെ ഞാൻ എന്റെ ചേച്ചിമാരോട് നേരിട്ട് പോയല്ലേ പറയണ്ടേ? അവിടെ പിന്നെ ഞാൻ എന്തായാലും ആരുടെ മുഖത്ത് നോക്കുന്നില്ല, പ്രത്യേകിച്ച് ആ അനാമികയുടെ. ഇത് കേൾക്കുമ്പോ എന്നെക്കാളും സന്തോഷായിരിക്കും എന്റെ ചേച്ചിമാർക്ക്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാ. അവിടെ മോള് ചെല്ലുന്നത് ആ പെണ്ണിന് ഇഷ്ടമല്ല. അവളുടെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല. ഇതെനിക്ക് നേരിട്ട് തന്നെ എന്റെ ചേച്ചിമാരോട് പറയണം. ഞാൻ പോയിട്ട് വരാം അമ്മേ. മോളുടെ रोज फॉर माय रोज। पर रोज कहाँ है? ये रहा। ദോഷം കണ്ടില്ലേ? എവിടെയാ ഇനി നിയമനമാവോ? അതാദ്യം ട്രെയിനിങ് കഴിയട്ടെ, അത് കഴിഞ്ഞല്ലേ നിയമനമൊക്കെ. ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് ജോലി കിട്ടിയല്ലോ കനകെ, അതും അവൾ ആഗ്രഹിച്ച ജോലി. ഈശ്വരാ, നീ കുറെ നേരമായിട്ട് ആരെയോ കാത്തിരിക്കുകയാണല്ലോ. ആരെയാ? എന്റെ മോനെ തന്നെ. അവനെ കാത്തിരിക്കാൻ എന്താ? അവൻ തോന്നുമ്പോഴല്ലേ വരുന്നേ. അത് ശരിയാ, പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അമ്മേ. അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒരു ചിന്തയില്ല. ഒരു പെണ്ണ് നിറവയറുമായിട്ട് നിൽക്കുക, അവളെ കുറിച്ച് പോലും ഒരു ചിന്തയില്ല. അവൻ വരുന്നുണ്ട്. നീ ഇതുവരെ എവിടെയായിരുന്നടാ? നിന്റെ കവളിൽ എന്താ ഒരു പാട്? ആരെങ്കിലും നിന്നെ തല്ലിയോ? എന്താ പറ്റി നിനക്ക്? ഞാൻ പറയാം. പോലീസുകാർ കൊണ്ടുപോയി നന്നായി പെരുമാറിയല്ലേ? എന്താ ദേവേനി? എന്താന്നോ, ഇവനെ നമ്മുടെ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി ആക്കിയെന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം ഇവള് സംസാരിക്കുമല്ലോ. അങ്ങനെ ഇവനെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും ഉണ്ട്. അത്രയ്ക്ക് ചതിയനവൻ. ഒരു പെൺകുട്ടിതേ നാളെ അമ്മയാവും. ആ കുഞ്ഞിന് നീ അച്ഛനാണ്. എന്നാ ആ ബോധം ഒന്നും ഇല്ലാതെയാ നീ തെറ്റുകളെല്ലാം ചെയ്യുന്നത്. എന്താടോ പറ്റിയത്? എനിക്ക് കരള് തന്ന് സഹായിച്ച പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു തന്നത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്നവനാ. ഏതാടാ പെൺകുട്ടി? പറയടാ, അതാരാണെന്ന് പറ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ ആ പെൺകുട്ടി എന്നോട് അങ്ങനെ പറഞ്ഞത്. പറഞ്ഞതല്ല, നീ പറയിച്ചതല്ലേ. പോലീസിനോട് അവള് സത്യം പറഞ്ഞല്ലോ. എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് ഞാൻ 50 ലക്ഷത്തിന് ചെക്ക് ആദർശിന്റെ കൈ കൊടുത്തു വിട്ടിരുന്നു. എന്നിട്ടും ആ പെൺകുട്ടി അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോഴേ ഇവൻ മനസ്സിലാക്കി, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചാ അവൾക്ക് 50 ലക്ഷം കിട്ടുമെന്നും
ആ പൈസയുടെ മുക്കാൽ ഇവന് സ്വന്താക്കാന്നു. ഞാനേ സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്, അവിടുന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട്. 50 ലക്ഷം പെൺകുട്ടിക്ക് കിട്ടിയ 40 ലക്ഷം ഇവനും 10 ലക്ഷം ആ പെൺകുട്ടിക്കും. അതില് നിനക്കെത്ര വിഹിതമുണ്ട് ജലജ? എനിക്കോ? ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. എന്താടാ എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത്? പറയടാ, പറയാൻ പറയടാ, പറയങ്ങോട്ട്. വേണ്ട, ഇനിയിപ്പോ കൂടുതൽ ഡ്രാമയൊന്നും വേണ്ട. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അച്ഛനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പുറത്താ. ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ള ഒരുപാട് കാരണങ്ങൾ നീ ഉണ്ടാക്കിയിട്ടില്ലടാ. എന്നിട്ട് നിനക്ക് മതിയായില്ലേ? ഇവൻ എന്നോട് കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സംശയിച്ചതാ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ വാങ്ങിയിട്ട് ഞാനിത് ഹോസ്പിറ്റലിൽ കാണിച്ചു. കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് പറയാനേ എന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് മടിയുണ്ടായിരുന്നുള്ളൂ. എന്നാ മറ്റൊരു പെൺകുട്ടിയെ കാണിച്ചിട്ട് അവളാണോ കരൾ തന്നെന്ന് ചോദിച്ചാ അല്ലാന്ന് പറയാൻ അവർക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യം അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോയത്. എടാ, നീ എന്താണ് നീ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം പറയുമ്പോഴേ അത് സംശയത്തോടു കൂടി എല്ലാവരും നോക്കിക്കാണും. ഇതമ്മായി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവനും ഇവന്റെ അമ്മയും കൂടെ ഉണ്ടാക്കിയ കഥയാണെന്ന് ഞാൻ പറഞ്ഞു തന്നേനെ. എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ല. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. മകൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ബുദ്ധി തന്നെയായിരിക്കും.